ഒരു സാധനം അല്ലെ, നീ ഇവിടെ നിൽക്കാണ്, നിന്റെ ഓപ്പോസിറ്റ് വന്ന ഒരാൾ നിന്നു, അപ്പം നിന്റെ മറുവശത്താണ് ആള് വന്ന് നിന്നത്. അപ്പൊ ഈ മറുവശത്ത് എന്ന് പറയാൻ വേണ്ടി ഇംഗ്ലീഷിലൊരു വാക്ക് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ നീ ഇവിടെ നിൽക്കുവാണ്, നിന്റെ മുന്നിൽ കൂടെ ഒരാൾ ഇങ്ങനെ നടന്നുപോയി. ഓക്കെ, അതിനും ഇംഗ്ലീഷിൽ നമ്മളൊരു വാക്ക് വരും. പക്ഷെ രണ്ടിനും ഏറെക്കുറെ ഒരേ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വേർഡ് ഏതാണെന്നറിയോ? ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് അല്ലാണ്ട് വേറൊരു വേർഡ്. അക്രോസ്. ആ, കുട്ടിക്ക് അറിയാം കേട്ടോ, നീ കേട്ടായിരിക്കും അല്ലേ? അത് അങ്ങനെ കേട്ടതാ. ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഈ എക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന എന്നുള്ളൊരു മീനിങ് ഉണ്ടാവും, അല്ലെ നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നില്ലേ, അങ്ങനത്തേനും നമുക്ക് എക്രോസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. കുറുകെ നടക്കാന്നൊക്കെ പറയില്ലേ, അതിന് നമ്മൾ എക്രോസ് യൂസ് ചെയ്യും. ഓക്കെ, സോ കുറച്ച് എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. ദാറ്റ് വിൽ ഹെൽപ്പ് യു ലേൺ ദി വേർഡ് ബെറ്റർ. ഓക്കെ, കട റോഡിന്റെ മറുവശത്താണ്. The shop is across the road. അല്ലെങ്കിൽ അക്രോസ് സ്ട്രീറ്റ്, വാട്ട് എവർ. ഞങ്ങൾ പാർക്കിലൂടെ നടന്നു, അല്ലെങ്കിൽ പാർക്കിന് കുറുകെ നടന്നു എന്ന് പറയില്ലേ, ഞങ്ങൾ. We walked across the park. ഓക്കെ, നദിയുടെ മറുവശത്ത് ഒരു സ്കൂളുണ്ട്. This is school across the river. ഓക്കെ, ഒരു പൂച്ച റോഡിലൂടെ ഓടി, അല്ലെങ്കിൽ റോഡിന് കുറുകെ ഓടി എന്നൊക്കെ പറയില്ലേ. ആക്ച്വലി ഫസ്റ്റ് പറഞ്ഞ എന്താണ്, പൂച്ച റോഡിലൂടെ ഓടിയെന്ന്. ആ, അങ്ങനെ പറയുമ്പോൾ സെന്റൻസ് വേറെയാവും, കുറുകെ ഓടി എന്ന് പറയുമ്പോൾ സെന്റൻസ് വേറെ. ഓക്കെ, എന്നാ പൂച്ച റോഡിന് കുറുകെ ഓടി. ഓക്കെ, അപ്പോ കാറ്റ് റാൻ അക്രോസ് ദ റോഡ്. അങ്ങനെയാണെങ്കിൽ അവൻ കുളത്തിന്റെ മറുവശത്തേക്ക് നീന്തി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.